നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ 2025 മകരം രാശിക്കാരായ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യപകുതി ചേരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നാണ്. 2025 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി പറയാം. നിങ്ങളുടെ രാശിയാധിപൻ ശനിയാണ്. ശനി വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ 2ാം ഭാവത്തിലാണ്. മാർച്ച് 29, 2025 ശനി നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് രാശി മാറും. 3ലുള്ള ശനി നിങ്ങൾക്ക് ശനിദോഷമില്ല. മാർച്ച് 29 നിങ്ങൾക്കുണ്ടായിരുന്ന 7.5 ശനി ദോഷം മുഴുവനായിട്ട് മാറിക്കിട്ടും. ശനിയുടെ പോസിറ്റീവ് ഫലവും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളും വർദ്ധിക്കും. വ്യാഴം വർഷാരംഭത്തിൽ നിങ്ങളുടെ 5ാം ഭാവത്തിലാണ്. മെയ് 14 വ്യാഴം നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് രാശി മാറും. രാഹു വർഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളുടെ 3ാം ഭാവത്തിലാണ്. മാർച്ച് 18 രാഹു വക്രഗതിയിൽ നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് രാശി മാറും. അതുപോലെ കേതു വർഷാരംഭത്തിൽ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ്. മെയ് 18 കേതു വക്രഗതിയിൽ നിങ്ങളുടെ 8ാം ഭാവത്തിലേക്ക് രാശി മാറും. മറ്റെല്ലാ ഗ്രഹങ്ങളും ഇടയ്ക്കിടയ്ക്ക് രാശി മാറിക്കൊണ്ടിരിക്കും. പുതുവർഷം നിങ്ങൾക്ക് കൂടുതൽ ശുഭഫലവും സൗഭാഗ്യവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ 7.5 ശനിദോഷം മാറുന്നതോടുകൂടെ ശനിയുടെ പോസിറ്റീവ് ഫലവും അതുപോലെ സൗഭാഗ്യം കിട്ടാൻ തുടങ്ങും. പ്രശ്നങ്ങളും തടസ്സങ്ങളും നെഗറ്റീവ് ചിന്തകളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെ ഫലം കിട്ടാൻ തുടങ്ങും. ബുദ്ധിയും അറിവും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ബുദ്ധി ഉപയോഗിച്ച എല്ലാ കാര്യത്തിലും വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് 2025 വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ, അതുപോലെ പുതിയത് പഠിക്കാൻ, പിന്നെ വിദേശ പഠനത്തിന്, പിന്നെ ഇൻ്റർവ്യൂകളിലും മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. ഉന്നത പഠനത്തിനൊക്കെ അനുകൂലമാണ്. അതുപോലെ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് നല്ല തൊഴിലവസരങ്ങൾ കിട്ടാനൊക്കെ അനുകൂലമാണ്. ആരോഗ്യപരമായി 2025 നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും. ടെൻഷൻ അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. എങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾ ആരോഗ്യകാര്യത്തിൽ അതുപോലെ ഭക്ഷണകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തൊഴിൽപരമായി നിങ്ങൾക്ക് 2025 തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, അതുപോലെ വിദേശത്ത് ജോലി കിട്ടാൻ, ഗവൺമെൻറ് ജോലി കിട്ടാൻ, ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി കിട്ടാൻ ഒക്കെ, അതുപോലെ പുതിയ നല്ല തൊഴിലവസരങ്ങളൊക്കെ കിട്ടും. എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെ ഫലമൊക്കെ കിട്ടാൻ തുടങ്ങും. ഒപ്പം മേലധികാരികളുടെ അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും. ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ ബിസിനസ്സിൽ നേട്ടങ്ങൾ, ലാഭമൊക്കെ ഉണ്ടാകും. മുടങ്ങിയ ധനം, കിട്ടാതിരുന്ന ധനമൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. എല്ലാ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അതുപോലെ വിവാഹ ഭാഗ്യം, സന്താന ഭാഗ്യം, സന്താന സുഖം വർദ്ധിക്കും. സന്താനങ്ങൾക്ക് ശുഭകാര്യങ്ങൾ നടക്കും. അതുപോലെ കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. മനസ്സിന് സുഖം വർദ്ധിക്കും. നല്ല ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും. കുടുംബപരമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബത്തെ എല്ലാവരുടെയും നല്ല സഹായ സഹകരണം കിട്ടും. എല്ലാവരുമായിട്ട് നല്ല ഐക്യത്തോടെ മുന്നേറാൻ സാധിക്കും. മനസ്സിന് സുഖവും സന്തോഷം വർദ്ധിക്കും. അതുപോലെ നല്ല കോൺഫിഡൻറ്റോടുകൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും മുന്നേറാൻ പറ്റും. പിന്നെ രാഹു കേതു മെയ് 18 ശേഷം ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. 2ലുള്ള രാഹു നിങ്ങളെ സംസാരം ശ്രദ്ധിക്കണം. അതുപോലെ പണമിടപാടുകളിലൊക്കെ നല്ല ശ്രദ്ധ വേണം. ശത്രുക്കൾ വർദ്ധിക്കും. പിന്നെ ധനപരമായിട്ട് നിങ്ങൾക്ക് നല്ലതാകും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ പറ്റും. ചിലർക്ക് വീട് മാറി താമസിക്കാനൊക്കെ പറ്റും. അതുപോലെ വീട് വയ്ക്കാൻ, വാഹന ഭാഗ്യം, വസ്തു വാങ്ങാനൊക്കെ അനുകൂലമാണ്. ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. യാത്രകൾ, അതുപോലെ ദീർഘയാത്രകൾ, ഉല്ലാസയാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ വിദേശ യാത്രകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കുടുംബാംഗങ്ങളുടെ മറ്റെല്ലാവരുടെയൊക്കെ സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും. ധനലാഭം വർദ്ധിക്കും. ഇനി നിങ്ങൾ മെയ് 14 മുതൽ വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത്, പിന്നെ രാഹുവിനു വേണ്ടി നിങ്ങൾ സർപ്പപ്രീതി വരുത്തുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി എല്ലാവിധ ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്